നേരെ മറിച്ച് കവിതകളിലൊക്കെ പലപ്പോഴും കണ്ടുവരുന്നത് പോലെ അധമ വികാരങ്ങളെ ഉദ്ദീപിപ്പിക്കുന്ന ശൈലിയിലുള്ള ഗാനങ്ങൾ, പാട്ടുകൾ, മ്യൂസിക്കുകൾ, ഇതൊന്നും ആഖിറത്തിന് പരമപ്രാധാന്യം നൽകുന്ന വിശുദ്ധമായ മതം അനുവദിക്കുന്നേയില്ല. അപ്പൊ അത് സംഗീതം പാടുണ്ടോ എന്നും ചോദിച്ചിട്ട് ഇങ്ങനെ ട്രോൾ നടത്തിയത് കൊണ്ടോ കമന്റ് കൊണ്ട് പിറകെ കൂടിയത് കൊണ്ടോ യാതൊരു ഫലമില്ല. കവിത, അതേപ്രകാരം പദ്യം, അതേപ്രകാരം പാട്ട്, അതേപ്രകാരം ഈ ഗണത്തിൽ വരുന്ന കുറേ സംഗതികൾ, അനുശോചനയോ ഗാനം, അല്ലെങ്കിൽ ഈ പുകഴ്ത്തിക്കൊണ്ടുള്ള മദ്ഹ് ഗാനം, ഇങ്ങനെയുള്ള കവിതയുടെ അല്ലെങ്കിൽ പാട്ടിന്റെ സംഗീതത്തിന്റെ വിവിധ രീതികളുണ്ട്. ഇതിലൊക്കെ അനുവദനീയമായതും അല്ലാത്തതുണ്ട്. മനുഷ്യനെ ഉദ്ദീപിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നന്മയിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അവന്റെ ബുദ്ധിയെ വികസിപ്പിക്കാൻ സഹായിക്കുന്ന കവിതകളും ഗാനങ്ങളും ഒക്കെ മതവിരുദ്ധമല്ലാത്ത കാലത്തോളം അനുവദനീയമാണ്. അത് പാടാൻ പറ്റും, അത് കേൾക്കാൻ പറ്റും, ആസ്വദിക്കാൻ പറ്റും. നേരെ മറിച്ച് ധാർമ്മികമായി പരാജയത്തിലേക്ക് കൊണ്ടുപോകുന്നവ അത് തീർച്ചയായും കവിതയാണെങ്കിലും സാഹിത്യമാണെങ്കിലും മറ്റെന്തു പ്രവൃത്തിയാണെങ്കിലും ഉപേക്ഷിക്കുക തന്നെ വേണം. കാരണം മറന്നു പോകരുത്, വിശ്വാസിയുടെ ഈ ജീവിതം പരലോകത്തിനുള്ള മുന്നൊരുക്കമാണ്. ഇവിടെ തന്നെ അങ്ങോട്ട് കൂടിയിട്ട് അങ്ങനെ ഈ വിനോദോപാധികളിലായിട്ട് ലയിച്ചിട്ട് ജീവിതത്തിന് പ്രാധാന്യമില്ലാതെ ജീവിതത്തിൽ നമ്മൾ നിർവഹിക്കേണ്ട ധർമ്മങ്ങളെയും ദൗത്യങ്ങളെയും അവഗണിച്ചുകൊണ്ടുള്ള സാഹിത്യത്തോടുള്ള പ്രണയം, അതിൽ ലയിച്ചു ചേരൽ മതപരമായി വിലക്കപ്പെട്ടതുമാണ്. കാരണം നമുക്ക് കുറേ ധർമ്മങ്ങളുണ്ട്, ആത്മീയമായി മാത്രമല്ല ഭൗതികമായും. മക്കളെ നോക്കേണ്ടയാൾ മക്കളെ നോക്കാതെ കവിതയായിട്ട് പോയാലോ? അതുകൊണ്ടാണ് ഖുർആൻ പലപ്പോഴും കവികളെ എതിർക്കുന്നത്. അശ്വറാ യത്തബിഹുൽ ഗാവൂൻ, സൂറത്ത് ശുഅറാ എന്ന് പറഞ്ഞൊരു അധ്യായം തന്നെ ഖുർആനിൽ. എന്ന് വെച്ചാൽ കവികൾ എന്നാണ് അതിൻ്റെ അർത്ഥം. കവികൾ ഭ്രാന്തമായ അഭിനിവേശത്തോടുകൂടെ ഓരോ ഇടങ്ങളിൽ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കവിതയെ ജീവിതം, അതിങ്ങനെ ആലപിക്കുക, പാടുക, പിന്നെയും സ്വരൂ കൂട്ടുക, ആളെ കൂട്ടുക, അതിൻ്റെ മുന്നിൽ ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ജീവിതം എന്ന മഹായാഥാർത്ഥ്യത്തെ അംഗീകരിക്കാതെ വിശ്വാസിയെ മതം വെറുതെ വിടൂല.